എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെസഹാപ്പമാണ്. ക്രൈസ്തവരുടെ വിശുദ്ധ വാരത്തിൽ ദുഃഖവെള്ളിക്ക് മുമ്പുള്ള വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴമെന്ന് അറിയപ്പെടുന്നത്. കുരിശുമരണം വരിക്കുന്നതിന് മുമ്പായി യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഒപ്പം അവസാനമായി കഴിച്ച താഴത്തിൻ്റെയും അതിനു മുൻപായി അദ്ദേഹം അവരുടെ കാലുകൾ കഴുകിയതിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ഈ ഒരു ദിനം. ഈ ഒരു ദിവസം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് പുറമേ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും വീടുകൾ പെസഹാപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടാകും. അന്ന് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്നും ആശീർവദിച്ച് കിട്ടുന്ന കുരുത്തോല വെച്ചിട്ടാണ് ക്രൈസ്തവർ ഈ ഒരു വിഭവം തയ്യാറാക്കുന്നത്. ഒരുപാട് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞാനിന്ന് ഈ ഒരു പെസഹാപ്പത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ളത്. പെസഹാപ്പം ഇതുവരെയും തയ്യാറാക്കാത്ത ആൾക്കാർക്കും പെസഹാപ്പം ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്ത ആൾക്കാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്ന ഈ ഒരു അളവുകൾ വെച്ചിട്ട് നമുക്ക് 2 അപ്പമാണ് തയ്യാറാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഭവം നിങ്ങൾ ആശീർവദിച്ച കുരുത്തോല വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു തരി പോലും കളയാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ടും. അത്രയും വിശ്വാസത്തോടു കൂടി തന്നെയാണ് ക്രൈസ്തവർ ഈ ഒരു വിഭവത്തെ വീട്ടിൽ തയ്യാറാക്കുന്നതും. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു അളവുകൾ വെച്ചിട്ട് 2 പെസഹാപ്പമാണ് നമുക്കുണ്ടാക്കാൻ സാധിക്കുക. നിങ്ങൾ കട്ടി കുറച്ചാണ് പെസഹാപ്പം തയ്യാറാക്കുന്നതെങ്കിൽ നമുക്കൊരു 3 എണ്ണത്തിന് തന്നെ തയ്യാറാക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് പെസഹ ദിനത്തിൽ തയ്യാറാക്കുന്ന പെസഹാപ്പവും പാലും തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. പെസഹാപ്പം തയ്യാറാക്കിയെടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരിയെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തണം. ഞാനിവിടെ ഒരു 2 പെസഹാപ്പം തയ്യാറാക്കാനുള്ള അളവാണ് എടുക്കുന്നത്. ഇതിനായിട്ട് 1.5 കപ്പ് അളവിലാണ് പച്ചരിയെ എടുത്തിട്ടുള്ളത്. പച്ചരിയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3/4 കപ്പോളം ഉഴുന്നുകൂടിയാണ്. ഉഴുന്നും പച്ചരിയും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അരിയും ഉഴുന്നുമൊക്കെ നല്ലതുപോലെ കഴുകിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു 4-5 മണിക്കൂർ നേരത്തേക്ക് കുതിർത്താനും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരിയും ഉഴുന്നുമൊക്കെ ഒന്ന് കുതിർന്ന് വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അരിയും ഉഴുന്നുമൊക്കെ കുതിർത്താൻ ഇട്ടിട്ട് ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിയെ ഒന്ന് അരച്ചെടുക്കണം. അരിയെ അരച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യമേ തന്നെ ചേർക്കേണ്ടത് ഒരു നാളികേരമാണ്. ഒരു നാളികേരത്തിനെ തിരുമിയതിന് ശേഷം നമുക്ക് 2 കൈപ്പിടിയോളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പെസഹാപ്പത്തിന് പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഒരു 3 അല്ലി കൊച്ചുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുതിർത്തിയ അരി കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യ പ്രാവശ്യം അരിയെ ഒന്ന് അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അവിലിനെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അരിയുടെ കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. രണ്ടാമതും അരിയെ അരച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. ബാക്കിയുള്ള അരി കൂടി ചേർത്ത് 3 തവണയായിട്ടാണ് നമ്മളിതിനെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അരച്ച മാവിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ മാവിനെ ഇതേ ഒരു അയവിനാണ് അരച്ചെടുക്കേണ്ടത്. അധികമൊന്നും ലൂസായി പോവാനും പാടില്ല, അധികമൊന്നും കട്ടി കൂടി പോവാനും പാടില്ല. ഇനി 1 മിനിറ്റ് നേരത്തേക്ക് മാവിനെ നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കിട്ടുന്നത്. 1 മിനിറ്റ് നേരം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുവാണ്. ഉപ്പ് ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാവുന്നതാണ്. പഴമയുടെ പെസഹാപ്പത്തിൽ ഉപ്പൊന്നും ചേർത്തല്ലായിരുന്നു തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. മാവിനെ ഇതേ ഒരു അയവിലാണ് നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവിനെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ആവിപ്പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കിലോ ശർക്കരയെ നമുക്കൊന്ന് ഉരുക്കിയും കൂടി എടുക്കണം. ഞാൻ ഈ മാവിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ച് കൊടുക്കാതെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ശർക്കരയിലേക്ക് ഉരുകി വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ശർക്കരയെ നല്ലതുപോലെ ഒന്ന് അടിച്ചേർത്തിളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതുപോലൊരു നാളികേരത്തിനെ തിരുമ്മി ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ 1/2 ലിറ്റർ 1-ാം പാലും 1 ലിറ്റർ 2-ാം പാലും എടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കേണ്ടതാണ്. ഈ ഒരു സമയം കൊണ്ട് ശർക്കരപ്പാനി നല്ലതുപോലെ ഉരുകി വന്നു. നമ്മുടെ പാത്രം നല്ലവണ്ണം ചൂടായിട്ടുമുണ്ട്. ഈ പാത്രത്തിലേക്ക് പകുതിയോളം മാവിനെ കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ പാത്രം ചൂടാക്കി എടുക്കുമ്പോൾ ഇതിന്റെ ഉൾവശത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ടായിരിക്കണം മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പ്രാർത്ഥനയോടുകൂടി തന്നെ
പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച് കിട്ടിയിട്ടുള്ള ഈ ഒരു കുരുത്തോല കൂടെ വെച്ച് കൊടുക്കണം. പെസഹാപ്പം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കുരിശ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒന്നും ചെയ്തെടുക്കാനും പാടില്ല. അത്രയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം ഇങ്ങനെ ചെയ്തെടുക്കേണ്ടതും. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. 20 മിനിറ്റിന് ശേഷം പാത്രത്തിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ പെസഹാപ്പം പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് നിൽക്കുന്ന രീതിയിലും നല്ല പഞ്ഞി പോലെ തന്നെ വെന്തും കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ഈർക്കിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് കുത്തിയും കൂടെ നോക്കണം. കുത്തി നോക്കുമ്പോൾ ഒരു തരി പോലും ഇറുക്കിലിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പെസഹാപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ താഴത്തേക്ക് കൂടെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറി വരട്ടെ. പെസഹാപ്പത്തിനെ ചൂടാറ്റാൻ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പെസഹാപ്പാല് തയ്യാറാക്കാം. ഇതിനായിട്ട് നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയെ ഒന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട്. അതിനുശേഷം ശർക്കര പാനിയെ അടുപ്പിലേക്ക് മാറ്റാം. അതിനുശേഷം 1 ലിറ്റർ രണ്ടാം പാലിലേക്ക് 1/2 കപ്പോളം വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ശർക്കര പാനിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരിപ്പൊടിയെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം അങ്ങ് സിമ്മിൽ വെച്ചിട്ട് വേണോട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് കൈയെടുക്കാതെ വേണം ഇതിനെ ഇളക്കി കൊടുക്കാൻ. ഫുൾ ഫ്ലെയിം വെച്ച് ചെയ്യുവാണെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് തന്നെ ഉരുണ്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇനി ശർക്കര പാവിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കണം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർക്കണം. ശർക്കര പാനിയിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് ശർക്കരയുടെ കുത്തലൊന്ന് ഒഴിവാക്കുന്നതിനായിട്ടാണ്. വീണ്ടും നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നല്ലവണ്ണം തന്നെ കുറുക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ശർക്കര പാനിയും തേങ്ങാപ്പാലും അരിപ്പൊടിയൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കിതിനെ നല്ലപോലെ കുറുക്കി ഒന്ന് വെട്ടിത്തിളച്ച് വരുന്നത് വരെയും നമുക്ക് ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് 2 സ്പൂണോളം ഏലക്ക ചുക്കു കൂടി ചേർത്ത പൊടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു കാര്യം കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പെസഹാപ്പാലിനെ തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് വേണം ഇതിനെ ഒന്ന് പാചകം ചെയ്തെടുക്കാനായിട്ട്. ഫുൾ ഫ്ലെയിം വെച്ച് തയ്യാറാക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരാനും അരിപ്പൊടിയൊന്നും വേവാതെയും പോകുന്നതാണ്. ഇപ്പോൾ നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ലിറ്റർ ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൂടി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പെസഹ അപ്പവും പെസഹ പാലും ഇവിടെ റെഡിയാണ്. പണ്ട് കാലം മുതലേ പെസഹ ദിനത്തിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഈ ഒരു വിഭവത്തെ ഒരുപാട് വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ കഴിക്കുന്നതും. ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്നും വെഞ്ചരിച്ച കുരുത്തോല വെച്ചിട്ടാണ് ഈ ഒരു പലഹാരത്തിനെ തയ്യാറാക്കുന്നത്. ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനും പള്ളിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വെഞ്ചരിച്ച കുരുത്തോല വെച്ച് തന്നെയാണ് ഈ ഒരു വിഭവം പ്രാർത്ഥനയോടുകൂടി തന്നെ തയ്യാറാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. പെസഹാപ്പം തയ്യാറാക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്കും ഇനിയിപ്പോൾ പെസഹാപ്പം തയ്യാറാക്കി കഴിക്കാത്ത ആൾക്കാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഇതുവരെയും പെസഹ ദിനത്തിൽ ഈ ഒരു പലഹാരം തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.